ഗുഡ് മോർണിംഗ് രവി സാറേ. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. അതെ, ഈ സാറെ വിളി അങ്ങ് ഒഴിവാക്കാം. എന്താല്ലേ, നമ്മള് ഒരു വീട്ടിൽ താമസിക്കില്ലേ? എന്നാ പിന്നെ ഞാൻ രവിയേട്ടാന്ന് വിളിക്കാം. ആയിക്കോട്ടെ. അല്ല, മണിക്കുട്ടി എവിടെ പോയി? മണിക്കുട്ടി ഇവിടെ അടുത്തൊരു അമ്പലം വരെ പോയതാ. ഇന്നെന്തോ പ്രത്യേക പൂജയൊക്കെ ഉണ്ട്, വഴിപാടൊക്കെ ഉണ്ട്. ആണോ? വലിയ ഈശ്വര വിശ്വാസിയാ. അതെയോ? അല്ല, രവിയേട്ടനാണോ എന്നും കിച്ചണിലൊക്കെ കേറുന്നേ? അയ്യോ അല്ല, എനിക്ക് പാചകം ഇഷ്ടമാണ്, പക്ഷെ മണിക്കുട്ടി സമ്മതിക്കത്തില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാലേ, ഈ അടുക്കളയൊക്കെ അവള് വളരെ നല്ല രീതിയിൽ എല്ലാം ചിട്ടയോടുകൂടി വെച്ചിരിക്കുന്നുണ്ടോ, സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ അതെല്ലാം തെറ്റുന്ന അവള് പറയുന്നത്. അത് പൊതുവെ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവ. എടുത്ത സാധനം എടുത്തെടുത്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കലിപ്പോ. ഇവിടെ അവള് താണ്ഡവം നടത്തും. അതിനൊത്ത് ഈ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടുന്നേ. ഇവിടെ ഇരിക്കുന്നിടത്ത് അവിടെ കൊണ്ടുവയ്ക്കും, അവിടെ ഇരിക്കുന്നൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും. ആ ദേഷ്യം കൂടെ അവൾ എന്നോട് തീർക്കും. ശരി ശരി, പാവന്നേ. പിന്നെ രവേട്ടാ, എനിക്കൊരു കപ്പ് ചായ വേണം കേട്ടോ. എനിക്കറിയണം. ചായ ഇപ്പൊ ശരിയാ. പിന്നെ കൈപ്പുണ്യം പറഞ്ഞ മണിക്കുട്ടിയുടെ അത്ര വരില്ല കേട്ടോ. പിന്നെ മണിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചായയൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വരാം. ശ്രീകുട്ടി അങ്ങോട്ട് ഇരുന്നോളൂ. ഗുഡ് മോർണിംഗ് വെങ്കി. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചിയല്ല, മാമി. മാമി. പിന്നെ പിന്നെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? പഠിത്തമൊക്കെ പിന്നെ ഗംഭീരമായിട്ട് പോണു. ഗംഭീരമായിട്ട് പോണോ? നന്നായിട്ട് പഠിക്കും തോന്നുന്നു ചേച്ചി. അല്ല ശരി മാമി, വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കൂല. വിദ്യാഭ്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിവ് ഉള്ളത് നല്ലതാ. പിന്നെ ഈ ഉയർന്ന ചിന്താഗതി അത് ബെസ്റ്റാ. അല്ല, നീ അടുക്കളയിലോട്ടൊന്നും കേറൂലേ? ഞാൻ എന്തിനാ ഇപ്പൊ അടുക്കളയിട്ട് കയറുന്നവരെ കേടാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തു ദോഷം. അതെ, നിന്റെ മാമന്റെ അങ്കിളിന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. എവിടെ ഇല്ലേ? ശബ്ദം കേട്ടില്ലേ? കൂർക്കമല്ലി കേട്ടില്ല? എണീറ്റില്ല ഇതുവരെ? ഇല്ല, രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങാം. ഞാൻ നേരാക്കി എടുത്തോളാം. ഒരു വടയും കൂടെ തരട്ടെ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഭയങ്കര പഠിപ്പല്ലേ. രവിയേട്ടാ, ചായ. അയ്യോ, മോള് വന്നാ? നിനക്ക് ചായ വേണമായിരുന്നോ? ആരാ? അമ്മ ഉണ്ടാക്കിയാണോ? അമ്മ അല്ല, ഞാൻ ഉണ്ടാക്കിയത്. വേണ്ട വേണ്ട. ശ്രീകുട്ടി കുടിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ആഹാ, പാകത്തിന് കടുപ്പം, പാകത്തിന് മധുരം, സൂപ്പർ കൈപ്പുണ്യം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. അതെ, ഇതിനേക്കാൾ നല്ല രീതിയിൽ ഞാൻ ചായ ഇഞ്ചി ഏലൊക്കെ ഇട്ടു. ഇതല്ല, പിന്നീടാവാം. ഇനി അവസരം കിടക്കുമല്ലേ? അതെ. നേരത്തെ ഫോണും കുത്തി. അല്ലേ, എനിക്ക് കാശുണ്ട്, ഇവിടെ റേഞ്ച് ഇല്ല, പുറത്തു പോയിന്ന് കാശുണ്ട്. ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. എങ്ങനെയുണ്ട് ദോശയൊക്കെ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണിക്ക് നല്ല കൈപ്പുണ്യമാണ്. എവിടെ കഴിക്കുന്നോ? ഇല്ല, ഞാൻ കഴിച്ചോളൂ. ശരി എന്നാ, കഴിക്കേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.